ഈ യൂണിറ്റിലെ പ്രലോഭനങ്ങൾ കഴിഞ്ഞു, യുദ്ധത്തിൻ്റെ പരിണാമം കഴിഞ്ഞു. അപ്പം പ്രലോഭനങ്ങളിൽ യുദ്ധത്തിന് വേണ്ടിയുള്ള പ്രേരണ കൊടുക്കുകയാണെങ്കിൽ യുദ്ധത്തിൻ്റെ പരിണാമത്തിൽ യുദ്ധം നമുക്ക് വരുത്തി വയ്ക്കുന്ന ദുരന്തങ്ങളെപ്പറ്റി പറഞ്ഞു. എന്നാൽ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ ഒരു പാഠമാണ് ആത്മാവിൻ്റെ വെളിപാടുകൾ. ഇവിടെ യുദ്ധം മനുഷ്യൻ്റെ മനസ്സിലാണ് നടക്കുന്നത്. മനസ്സിലെ ചിന്തകൾ തമ്മിലുള്ള യുദ്ധം, മനസ്സിലെ സംഘർഷങ്ങൾ തമ്മിലുള്ള പ്രശ്നം, ഇതൊക്കെ അവലംബിച്ച് എടുത്തിട്ടുള്ള ഒരു പാഠഭാഗമാണിത്. ആ സംഘർഷത്തെ എങ്ങനെ ഒരു സങ്കീർത്തനമാക്കി മാറ്റാം, മനുഷ്യ മനസ്സിലെ സംഘർഷങ്ങളെ എങ്ങനെ ഒരു സങ്കീർത്തനമാക്കി മാറ്റാം എന്നാണ് ഈ പാഠഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആത്മാവിൻ്റെ വെളിപാടുകൾ ശ്രീ പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിലെ 10ാമത്തെ അധ്യായമാണ്. എഴുതിയത് പെരുമ്പടവം ശ്രീധരൻ. അദ്ദേഹത്തിൻ്റെ സങ്കീർത്തനം പോലെ, ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ. ഈ നോവൽ എഴുതിയേക്കുന്നത് വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ ദസ്തയേവ്സ്കിയെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഫെയോദർ ദസ്തയേവ്സ്കി. അപ്പം ദസ്തയേവ്സ്കി നമുക്ക് പറയാൻ പ്രയാസമായതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ ഫെയോദർ എന്ന് വിളിച്ചോളൂ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആധാരമാക്കി എഴുതിയ ഒരു നോവലാണ് ഒരു സങ്കീർത്തനം പോലെ. ഇത് എഴുതിയേക്കുന്ന രീതി ബോധധാരാ രീതിയിലാണ്. ബോധധാരാ രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവോ? ബോധധാരാ രീതി എന്നാൽ ഒരാളിൻ്റെ ഓർമ്മകളിലൂടെ അയാൾ കഥ പറയുന്ന രീതിക്കാണ് ബോധധാര എന്ന് പറയുന്നത്. അപ്പം ദസ്തയേവ്സ്കിയുടെ ഓർമ്മകളിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നോക്കിക്കാണുന്നു. ജീവിതത്തിൽ അദ്ദേഹം നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെ പറ്റി ചിന്തിക്കുന്നു. ഇപ്പോഴും അദ്ദേഹം അനുഭവിക്കുന്ന ചില ആത്മസംഘർഷങ്ങളെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് പറയുന്നു. ഈ ആത്മസംഘർഷങ്ങൾക്കൊക്കെ ഒരവസാനമുണ്ടോ? അദ്ദേഹത്തിന് എങ്ങനെയാണതിന് അവസാനം കണ്ടെത്താൻ പറ്റുന്നത്? ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു സങ്കീർത്തനമാണ് നമുക്ക് പഠിക്കാനുള്ള ആത്മാവിൻ്റെ വെളിപാടുകൾ. ഇതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ദസ്തയേവ്സ്കി, അദ്ദേഹത്തിൻ്റെ നോവൽ പകർത്തിയെഴുതുന്ന അന്ന, അതുപോലെ അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ ഭാര്യ മരിയ, മരിച്ചുപോയ ഭാര്യയുടെ പുത്രൻ പാഷ, അദ്ദേഹത്തിൻ്റെ ചേട്ടനായ മൈക്കിൾ, പിന്നെ ചേട്ടൻ്റെ ഭാര്യയായ എമിലി. ഇത്രയും കഥാപാത്രങ്ങളാണ് ശരിക്കും ഇതിനകത്ത് കടന്നു വരുന്നത്. അതിലെല്ലാം ഉപരി ഇദ്ദേഹം കടന്നു പോകുന്ന ആത്മസംഘർഷങ്ങളാണ് കഥയുടെ പ്രധാന ഭാഗം. ഈ പ്രതിഭാശാലിയായ ഇദ്ദേഹം ദൈവത്തിൻ്റെ ഹൃദയത്തിനുമേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള എഴുത്തുകാരനെന്നാണ് നമുക്ക് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. 1821 മോസ്കോയിൽ ജനിച്ചു. പ്രധാന കൃതികൾ കുറ്റവും ശിക്ഷയും, ഇഡിയറ്റ്, ചൂതാട്ടക്കാരൻ, കാരമസോവ് സഹോദരന്മാർ. 1881 59-ാം വയസ്സിൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് ഇദ്ദേഹം അന്തരിച്ചു. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആധാരമാക്കി പെരുമ്പടവം ശ്രീധരൻ എഴുതിയതാണ് ഒരു സങ്കീർത്തനം പോലെ.
ഇദ്ദേഹത്തിൻ്റെ മാനസിക സംഘർഷങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇദ്ദേഹം ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ചുഴലി ദീനം. ചുഴലി എന്ന് പറഞ്ഞാൽ അപസ്മാരം. ആ അപസ്മാരം അദ്ദേഹത്തെ എപ്പോഴും തളർത്താറുണ്ട്. ചില ദിവസങ്ങളിൽ അദ്ദേഹം അപസ്മാരബാധിതനായി വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 ദിവസം അദ്ദേഹം അതിൻ്റെ പിടിയിൽ പെട്ടുകിടക്കും. ഒരു ദിവസം ഇതുപോലെ ഒരു അപസ്മാരത്തിൽ പെട്ട് കിടന്നിരുന്ന അദ്ദേഹം ഉണർന്നപ്പോൾ ലോകം മുഴുവൻ നിശബ്ദതയിൽ. പുലർച്ചയ്ക്ക് മുമ്പുള്ള ഏകാന്തവും നിശബ്ദവുമായ വിനാഴികയുള്ള അദ്ദേഹം ഉണർന്നു. അദ്ദേഹം ആ സമയത്തെ പ്രകൃതിയെപ്പറ്റി പറയുന്നുണ്ട്. ആകാശവും ഭൂമിയും മരങ്ങളും മനുഷ്യരും മറ്റു ജീവജാലങ്ങളും ഗാഠനിദ്രയിൽ ആണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് അദ്ദേഹം ഉണർന്നത്. ആകാശത്തിൻ്റെ നിഴൽ പോലെ ഭൂമിയിൽ വെളിച്ചമുണ്ട്. നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ ഇതിനകത്തെ ചില പ്രയോഗങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ആകാശത്തിൻ്റെ നിഴൽ പോലെ ഭൂമിയിൽ വെളിച്ചമുണ്ട്. ഒരു വെളിച്ചം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള സൂചന. ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന നിഴൽ, പല പ്രശ്നങ്ങളും ഇദ്ദേഹം അനുഭവിക്കേണ്ടി വരുന്ന പല പ്രശ്നങ്ങളും നിഴലാണെങ്കിൽ ആ നിഴലിനെ എല്ലാം വകഞ്ഞു മാറ്റി ഒരു വെളിച്ചം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഇട്ടുതരുന്നു. അദ്ദേഹം കോട്ടയോട് ചേർന്നുള്ള വഴിയിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയ ചുഴലിയാണെങ്കിൽ പെരുമ്പടവം ശ്രീധരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വന്യവും ക്രൂരവുമായ ചുഴലി. അതിൻ്റെ ക്ഷീണവും തളർച്ചയും കൊണ്ട് തകർന്ന രീതിയിലാണ് അദ്ദേഹം. പുലരും മുമ്പ് ഒരു ദുസ്വപ്നം കണ്ടു. അതിൽ നിന്ന് ഞെട്ടി ഉണർന്നപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങി കുറേ ദൂരം നടക്കാമെന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന് തന്നെ അറിയില്ല എത്ര ദൂരം നടന്നെന്നോ ഒന്നും. സമയകാലങ്ങളുടെ തീരങ്ങളൊക്കെ അക്കരെ ഏതോ ഒരനാദിയിൽ നിന്ന് യാത്ര തുടരുകയാണ് എന്നാണ് അപ്പോൾ തോന്നിയത്. സമയവും കാലവും അതിൻ്റെ തീരമൊക്കെ എവിടെയോ ആണ്. താൻ അതിൻ്റെ അക്കരയിൽ നിന്ന് യാത്ര ചെയ്യുന്നു. ഏതോ ഒരു ആദിയും അന്തവും അറിയാത്ത ഒരവസ്ഥയിലൂടെ യാത്ര ചെയ്യുന്നു എന്ന് തോന്നി. പ്രകൃതിയുടെ ആത്മാവിൽ നിന്നുള്ള വാക്കുകൾ അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റി. ആ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള നിമിഷങ്ങളിൽ താനും പ്രപഞ്ചവും മാത്രമുള്ള ഒരവസ്ഥ. ദൂരെ പോപ്ലാർ മരങ്ങൾ കാണാം. അതിൻ്റെ ഇടയ്ക്കിലൂടെ പള്ളിയുടെ ഗോപുരവും കാണാം. അവയൊക്കെ ഏതോ ഒരു നിഗൂഢതയിൽ നിശബ്ദവും ഏകാന്തവും നിശ്ചലവും പ്രകാശപൂർണവുമായ അനശ്വരതയുടെ സംഗീതമാലപിക്കുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. പള്ളിയും ആ മരങ്ങളുമൊക്കെ നിശബ്ദവും ഏകാന്തവും നിശ്ചലവും പ്രകാശപൂർണവുമായ അനശ്വരതയുടെ സംഗീതം ആലപിക്കുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നി. പക്ഷെ ഇങ്ങനെ എങ്ങും അനശ്വരത ആലപിക്കുമ്പോഴും താൻ ഏതോ ശാപനിലത്തിൻ്റെ മധ്യത്തിലാണെന്ന് അദ്ദേഹത്തിന് തോന്നി. ജീവിതത്തിൽ ധാരാളം തോൽവികൾ, ധാരാളം തകർച്ചകൾ, നഷ്ടങ്ങൾ, അപമാനങ്ങൾ ഒക്കെ സഹിച്ച ജീവിതം ഇങ്ങനെ തുടരുന്നതിന് എന്താ അർത്ഥമെന്ന് അദ്ദേഹം ചിന്തിച്ചു. താൻ ആർക്കും വേണ്ടാത്ത ഒരാളായിട്ട് പോയി. ഏകാന്തതയിൽ ഒറ്റപ്പെട്ട ഒരു മനുഷ്യൻ, വഴിയരികിൽ വലിച്ചെറിയപ്പെട്ട ഒരു പാറക്കഷ്ണം പോലെയാണ് തൻ്റെ ജീവിതമെന്ന് അദ്ദേഹം ചിന്തിച്ചു. വഴിയരികിൽ വലിച്ചെറിയപ്പെട്ട പാറക്കഷ്ണം. ഒരു പ്രതിഭാധനനായ ശില്പിക്ക് എത്ര വിലയില്ലെന്ന് തോന്നുന്ന ഒരു പാറയും
കൊത്തിയെടുത്താൽ മനോഹരങ്ങളായ ശില്പങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹം വലിച്ചെറിയപ്പെട്ട ഒരു പാറക്കല്ലാണ് എന്ന് പറയുമ്പോൾ ആ പാറക്കല്ലിൽ നിന്നാണ് ലോകമിന്ന് വാഴ്ത്തിപ്പാടുന്ന പ്രശസ്തങ്ങളായ പല കൃതികളും ഉണ്ടായത്. സ്വയം അദ്ദേഹത്തെ പാറക്കല്ലായി വിശേഷിപ്പിക്കുന്നതിന് ഇങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഈ ജീവിത യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹത്തെ എപ്പോഴും കടിച്ചു കീറുമ്പോഴും അദ്ദേഹം അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അഭയമായി കാണുന്നത് പ്രാർത്ഥനയാണ്. എന്നാലും എപ്പോഴും അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ആ പ്രാർത്ഥനയിൽ നിന്ന് മാറുമ്പോൾ വീണ്ടും അദ്ദേഹം ആ ദുരന്തങ്ങളാകുന്ന കഴുകൻ്റെ നഖങ്ങളിലേക്ക് എത്തപ്പെടും. അങ്ങനെ ഒരു പേക്കിനാവ് പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതം. അപ്പം ദീനം അടുത്ത പ്രശ്നമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്വയം നിയന്ത്രിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അദ്ദേഹം അതിൻ്റെ ആ ഭ്രമത്തിൽ വീണുപോയി. ഇന്നത്തെ തലമുറ ലഹരിയുടെ ഇതിൽ വീണു പോണ പോലെ ഇദ്ദേഹത്തിന് ചൂതാട്ടത്തോട് ഒരു വല്ലാത്ത ഭ്രാന്തുണ്ട്. ഈ ചൂതാട്ടത്തോടുള്ള ഭ്രാന്ത് കാരണം ഓരോ പ്രാവശ്യവും ചൂതാട്ടത്തിൽ പങ്കെടുക്കും, തോൽക്കും. തോറ്റാലും പിന്നെയും ആ ഭ്രാന്ത് കാരണം പങ്കെടുത്തു കഴിഞ്ഞിട്ട് ഒന്നാമതേ സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന് വലിയ ഉയർച്ചയൊന്നുമില്ല, ഉള്ളതും കൂടെ ഈ ചൂതാട്ടത്തിന് വേണ്ടി നശിപ്പിക്കും. അപ്പം ഈ നടപ്പിനിടയ്ക്ക് അദ്ദേഹം ഷേക്സ്പിയറുടെ വരികൾ ഓർത്തു. ഈ ലോകമെന്ന് പറയുന്നത് വെറുമൊരു നിഴലാണെന്നും ജീവിതം സഞ്ചരിക്കുന്ന വെറുമൊരു നിഴലാണ്, അരങ്ങിൽ ഇടയ്ക്കിടയ്ക്ക് തെളിയും, പിന്നെ വെറി പിടിച്ചും സമയം കഴിക്കുന്ന ഒരു പാവം നടനാണ് മനുഷ്യൻ. ആരും അവനെപ്പറ്റി ചോദിക്കാനില്ല. ഈ ജീവിതമെന്ന് പറയുന്നത് ഏതോ വിഡ്ഢി പറഞ്ഞ കഥയാണ്, നിറയെ ശബ്ദവും രോഷവും എന്നാൽ ഒട്ടും അർത്ഥമില്ലാത്തതുമായ ഒരു കഥ എന്ന് ഷേക്സ്പിയർ പണ്ട് പറഞ്ഞത് അദ്ദേഹം ഓർത്തു. അങ്ങനെ അദ്ദേഹം ആ നഗരം കടന്നു പോകുമ്പോൾ ആകാശത്തിൻ്റെ താഴെ വെള്ളി കീറുന്നു, അല്ലെങ്കിൽ വെളിച്ചം വിളറിത്തുടങ്ങുന്നത് കണ്ടു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞല്ലോ, സാമ്പത്തിക പ്രതിസന്ധിയുടെ ചില കാരണങ്ങളുണ്ട്. ഇദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ മൈക്കിൾ. ആ മൈക്കിളിൻ്റെ പ്രസ്സിൽ ഇദ്ദേഹത്തിൻ്റെ മൈക്കിളിന് ഒരു പ്രസിദ്ധീകരണമുണ്ടായിരുന്നു, എപ്പോക്ക്. അതൊന്നും വികസനം പ്രാപിച്ചു വരുന്ന സമയമാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ അധോതല കുറിപ്പുകൾ, അവിടെയാണ് വെളിച്ചം കണ്ടത്. ഫെയോദറിൻ്റെ ജീവിതത്തിലെ നാഴികക്കല്ല്, എഴുത്തിൻ്റെ വഴികളിലെ അദ്ദേഹത്തെ അറിയപ്പെടാൻ കാരണമായത് ഒക്കെ ഈ അധോതല കുറിപ്പുകളാണ്. പക്ഷേ അദ്ദേഹം ആ പ്രസിദ്ധീകരണശാല തുടങ്ങിയത് അവിടുന്ന് ഇവിടുന്നൊക്കെ കടം മേടിച്ചായിരുന്നു. അതൊന്നും എത്താതെ നിർത്തേണ്ടി വന്നപ്പോൾ ചേട്ടൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അടിയായിരുന്നു അത്. അതോടെ ചേട്ടൻ തളർന്ന് വീണ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒന്ന് സഹായിക്കാൻ പോലും ആവാതെ ഇദ്ദേഹം തൻ്റെ ഭാര്യ മരിയയുടെ രോഗശയ്യയ്ക്കരികിലായിരുന്നു. എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാവുന്ന അവസ്ഥയിൽ ഭാര്യ കിടക്കുക. ആ മരണം കാത്ത് ഒരു 12 മാസം ഭാര്യ കിടന്നു. നിസ്സഹായതയോടെ അവളുടെ അരികിൽ അദ്ദേഹം ഇരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സദാ അസ്വസ്ഥതകളും അലോസരങ്ങളും സമ്മാനിച്ച ഒരു സ്ത്രീയാണ് മരിയ. ഒരിക്കൽ പോലും അദ്ദേഹത്തിന് സ്വസ്ഥത കൊടുത്തില്ല. എങ്കിലും അദ്ദേഹം ആ ഭാര്യയെ അഗാധമായി സ്നേഹിച്ചു. അവളുടെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്,
അത്ര ഗംഭീരമായ ഒരു സ്നേഹത്തിൽ നിന്ന് അവർ ആ ജീവിതം തുടങ്ങിയത്. എന്നിട്ടും അവർ സന്തോഷത്തോടെ ജീവിച്ചില്ല. അവൾക്ക് പലതരത്തിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു, ചാബല്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം ദുരിതമായി തീർന്നു. ഇത്രയൊക്കെ ആയിട്ടും അദ്ദേഹത്തിന് അവളെ വെറുക്കാൻ സാധിച്ചില്ല. അവൾ മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെയും അവളോടൊപ്പം ആ ശവക്കല്ലറയിൽ അടക്കിയതുപോലെ അദ്ദേഹത്തിന് തോന്നി. ജീവിതം ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ മരണത്തോടെ എത്രമാത്രം ശൂന്യമായി തീരുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പം ചേട്ടനും മരിച്ചു. അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ച 2 പേര് മരിച്ചുപോയി. അപ്പോൾ ഈ ചേട്ടൻ്റെ ഭാര്യ എമിലിയെ സഹായിക്കണമെന്ന് ഇദ്ദേഹത്തിന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. പക്ഷേ സഹായിക്കാൻ നിവർത്തിയില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആദ്യത്തെ മകൻ പാഷ, അവൻ വലിയൊരു മദ്യപാനിയാണ്. അത് കള്ളുകൂടി ഇപ്പം കൂടുതലുമാണ്. അവന് വേണ്ടി വീട്ടിലെ പാത്രങ്ങൾ വരെ വിൽക്കേണ്ടി വന്നു. ഇനി വന്നവരുണ്ടോ, മരസ്പൂണുകൾ മാത്രമുണ്ട്. ചില പാത്രങ്ങളൊക്കെ പണയം വെച്ചു. അപ്പം അങ്ങനെ ഒരവസ്ഥയിൽ അവനെ സഹായിക്കാനും പറ്റത്തില്ല. അപ്പം ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ വയ്യാവേലികളൊക്കെ ഇയാൾ തലയിൽ കയറ്റി വെക്കുകയാണെന്നൊക്കെ സുഹൃത്തുക്കൾ കളിയാക്കുന്നുണ്ട്. അങ്ങനെ തലയിൽ കയറ്റി വെക്കുന്നത് ഇയാളുടെ മനോരോഗമാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ അനിയൻ്റെ ഈ ഭാഷയെ ഉപദേശിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഉപദേശം കൊണ്ട് ഒരാളെ നന്നാക്കാൻ പറ്റുമോ? കാരണം ഇദ്ദേഹം തന്നെ കാര്യങ്ങളെല്ലാം അറിയാമെങ്കിലും ഇദ്ദേഹം നയിക്കുന്ന ജീവിതം ഇങ്ങനെ. അപ്പോൾ അതിന് ഉപദേശം കൊണ്ട് എങ്ങനെ നന്നാക്കാൻ പറ്റും? എന്തായാലും ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇദ്ദേഹം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് എമിലിയെപ്പറ്റി, പാഷയെപ്പറ്റി, ചേട്ടനെപ്പറ്റി, മരിയെപ്പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം വീട്ടിലെത്തിയപ്പോഴും നേരം പുലർന്നില്ല. അടുക്കളയിൽ ജോലിക്കാരി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അദ്ദേഹം വായിച്ചു നിർത്തിയ ബൈബിള് സെറ്റിയിൽ ഇരിപ്പുണ്ട്. അവിടെ അദ്ദേഹം എപ്പോഴും വായിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, ഇയ്യോബ്. ഇയ്യോബ് ജീവിതത്തിൽ ദുഃഖങ്ങളേ സഹിച്ചിട്ടുള്ളൂ. ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ച ഒരു കഥാപാത്രമാണ് ഇയ്യോബ്. ഇയ്യോബിനോട് ഓരോരുത്തരും പറയും, നിങ്ങളെ ഇത്രയധികം ദുഃഖിപ്പിക്കുന്നത് ഈശ്വരനല്ലേ, എങ്കിലും നിങ്ങൾക്ക് ഈശ്വരനെ മറന്നുകൂടെ? ഈ ഈശ്വരനെ നിങ്ങൾ എന്തിനാണ് ഇത്രയധികം സ്നേഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇയ്യോബ് ഒരിക്കൽ പോലും ഈശ്വരനെ മറക്കാൻ തയ്യാറാകുന്നില്ല. അയാളുടെ ദുഃഖങ്ങളിങ്ങനെ തുടർച്ചയായിട്ട് അദ്ദേഹത്തെ വന്ന് വിഴുങ്ങുന്നുണ്ട്. എന്നിട്ടും ഈശ്വരനെ മറക്കാൻ തയ്യാറാകുന്നില്ല. വേദന അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവനും വ്രണങ്ങളുണ്ടായി. വേദന സഹിക്കവയ്യാതെ അദ്ദേഹം വെള്ളത്തിലിങ്ങനെ ഇരിക്കും. അപ്പോഴും ദൈവത്തെ തള്ളിപ്പറയാൻ അദ്ദേഹത്തിന് മതിയാവുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഇയ്യോബിൻ്റെ കഷ്ടതകളാണ് ഇദ്ദേഹം എപ്പോഴും വായിക്കുക. പക്ഷെ ഒരവസരത്തിൽ ഇയ്യോബ് പോലും തൻ്റെ ജന്മദിനത്തെ ശപിച്ചു. പക്ഷേ ഇദ്ദേഹത്തിനൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ വരാനുള്ള അർത്ഥമെന്താണെന്ന് അത്ഭുതപ്പെടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പതുക്കെ ദുഃഖങ്ങൾ സഹിച്ച് ആ പീഡാനുഭവങ്ങളോട് പൊരുത്തപ്പെടുകയാണ് ഇദ്ദേഹം ചെയ്തത്. നമുക്ക് തുടർന്നുള്ള ഭാഗത്തത് കാണാം. അപ്പം ഇതിനിടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു കഥാപാത്രം വരുന്നുണ്ട്. ആ കഥാപാത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റെല്ലോവിസ്കിയെക്കുറിച്ച് ഒന്നറിയാം. സ്റ്റെല്ലോവിസ്കി ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വിൽക്കാനുള്ള
പകർപ്പവകാശവും വിൽക്കാനുള്ള അവകാശവും സ്റ്റെല്ലോവിസ്കിക്ക്. അയാൾ വിറ്റിട്ട് ഫിയോദർ കടം വാങ്ങിയ തുക എടുക്കും, എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ലേഖകന് കൊടുക്കും. അതാണ് അവർ തമ്മിലുള്ള കരാറ്. പിന്നെയും പിന്നെ ഇയാളുടെ നിന്ന് കടം വാങ്ങി ഇനി എഴുതാനുള്ള പുസ്തകം പോലും സ്റ്റെല്ലോവിസ്കിക്ക് തീരെഴുതിയേക്കുന്ന അവസ്ഥയാണ് ഇയാൾക്കുള്ളത്. അപ്പം ഇദ്ദേഹത്തിന് വേണ്ടി പുസ്തകം എഴുതാൻ വന്നിരിക്കുന്ന ആളാണ് അന്നൻ. ഈ അന്നയുടെ പിതാവിന് ഫിയോദറിനോട് വലിയ ആരാധനയുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ആളാണ്. അങ്ങനെ പിതാവ് പറഞ്ഞാണ് അന്ന ഇദ്ദേഹത്തെപ്പറ്റി കേൾക്കുന്നതും ഇദ്ദേഹത്തിൻ്റെ പുസ്തകം പകർത്തി എഴുതാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടുന്നതും. അപ്പോൾ അന്നയോടാണ് സ്റ്റെല്ലോവിസ്കിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ അപ്പോൾ എത്രയും പെട്ടെന്ന് പുസ്തകം എഴുതി തീർക്കണ്ടേ എന്ന് അന്ന ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഫിയോദർ പറയുന്ന ഒരു മറുപടി വളരെ ശ്രദ്ധേയമാണ്. ഒരു കള്ളച്ചിരിയോടെയാണ് പറയുന്നത്. ഈ നോവലെടുത്ത് പെട്ടെന്ന് തീർന്നാൽ അന്ന അപ്പോൾ പോവില്ലേ? അപ്പോൾ അവൾ ചോദിക്കുന്ന, അങ്ങക്ക് തമാശ പറയാനും അറിയാം. പറയും, ഇത് തമാശയൊന്നുമല്ല, അത് സത്യമാണ്. എഴുതാൻ ഒരുപാട് ആശയങ്ങൾ മനസ്സിലുണ്ട്, പക്ഷേ എഴുതാൻ പറ്റുന്ന ഒരു സാഹചര്യം കിട്ടുന്നില്ല. ഇങ്ങനെ പോയാൽ താൻ തകർന്നു പോകുമെന്ന് പറയുന്നു. അപ്പം എല്ലാവരും ആശയമില്ലാത്ത ആശയദാരിദ്ര്യമാണ് ഇന്ന് എഴുത്തുകാരെ ബാധിക്കുന്ന ഒരു പ്രശ്നം. പക്ഷേ ദസ്തയേവ്സ്കിയെ സംബന്ധിച്ചിടത്തോളം ആശയദാരിദ്ര്യം അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് എഴുതാൻ ഇഷ്ടം പോലെ വിഷയമുണ്ട്. കാരണം അദ്ദേഹം നടന്നു വന്ന വഴിയിൽ അദ്ദേഹം ഓർത്തതും അന്നേരം താൻ ആരോ വലിച്ചെറിഞ്ഞ കല്ലുപോലെയാണെന്നും ആകാശത്തിൻ്റെ നിഴല് പോലെ ഭൂമിയിൽ വെളിച്ചമുണ്ടെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഏത് കാര്യത്തെയും ആ രീതിയിൽ കാണാൻ അദ്ദേഹത്തിനൊരു മനസ്സുണ്ട്. അപ്പം അങ്ങനെ ആശയങ്ങളും അനുഭവങ്ങളുമുള്ള ഒരാൾക്ക് എന്തുകൊണ്ട് എഴുതിക്കൂടാ എന്നാണ് അന്ന ചോദിക്കുന്നത്. അപ്പോൾ ലോകം മുഴുവൻ ഈ വിശ്വസാഹിത്യകാരൻ്റെ എഴുത്തിന് വേണ്ടി, ഏവരും ആരാധിക്കുന്ന ഈ എഴുത്തുകാരൻ്റെ എഴുത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ എഴുത്തിലേക്ക് കൊണ്ടുവരാൻ അന്ന ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഫിയോദർ പറയുന്നുണ്ട്, തൻ്റെ മനസ്സിൽ ഒരു ശുദ്ധാത്മാവിനെ സൃഷ്ടിക്കാൻ ആഗ്രഹമുണ്ട്, നന്മ മാത്രമുള്ള ഒരു ശുദ്ധാത്മാവ്. ഈ ലോകം മുഴുവൻ ചതിയന്മാരാണ്. ആ ചതിയന്മാരുടെ ലോകത്ത് അങ്ങനെ ഒരു ശുദ്ധാത്മാവിനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കഠിനമായ ജോലിയാണെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ശുദ്ധാത്മാവ് മനസ്സിലുണ്ടെങ്കിൽ അയാളെപ്പറ്റി വേഗം എഴുതാൻ അന്ന പറയുന്നുണ്ട്. അപ്പം ഇതിന് നേരത്തെ തന്നെ ഇദ്ദേഹം പറയുന്ന ഒരു മറുപടിയുണ്ട്. കല്ല് പൊട്ടിക്കുന്നത് പോലെയോ നിലമുഴുന്നത് പോലെയാണോ എഴുത്ത്? പാറ പൊട്ടിക്കുന്നത് പോലെയോ നിലമെഴുന്നത് പോലെയോ ആണോ എഴുത്ത്? നമ്മൾ വിചാരിക്കുമ്പോൾ എഴുതാൻ പറ്റില്ല, അതിന് മനസ്സൂടെ തയ്യാറാവണം, അല്ലേ? ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ തൻ്റെ മനസ്സിൽ വിശാലമായ ധ്യാനത്തിലേർപ്പെടും. ധ്യാനം കൊണ്ട് മനസ്സിൽ ഒരു ചിത്രത്തിന് അല്ലെങ്കിൽ ഒരു ശില്പത്തിന് അല്ലെങ്കിൽ ഒരു സാഹിത്യ രൂപം മനസ്സിൽ മെനഞ്ഞെടുക്കും. മനസ്സിൽ സൃഷ്ടിച്ച അതാണ് അയാൾ കലാരൂപമാക്കി മാറ്റുന്നത്. ആ കലാരൂപം വായിക്കുന്നവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെ കാണുന്നവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ സൃഷ്ടിയാണ് വിശ്വമോഹനമായി തീരുന്നത്.
നമ്മൾ തുടർന്ന് വരുന്ന പാഠത്തിലും നമുക്ക് പരാമർശിക്കേണ്ടി വരും. എന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരാൻ വേണ്ടി ഒരു 2-3 വരി ഞാൻ പറയുകയാണ്. നിങ്ങൾ യോദ്ധ സിനിമ കണ്ടിട്ടുണ്ടല്ലോ. യോദ്ധ സിനിമയിൽ അതിൻ്റെ കുനുകുന് ചില ചെറു കുറുനീരകൾ എന്ന് പറയുന്ന പാട്ടുണ്ടല്ലോ. ആ പാട്ടിൻ്റെ ഇടയ്ക്ക് ഒരു 3 വരിയുണ്ട്. വളരെ നല്ല 3 വരികളാണ്. ശില്പമെൻ മുന്നിൽ ശില്പിയൻ പിന്നിൽ ശില്പശാല നെഞ്ചകങ്ങളിൽ. ശില്പമെൻ മുന്നിൽ ശില്പിയൻ പിന്നിൽ ശില്പശാല നെഞ്ചകങ്ങളിൽ. നമ്മൾ കവികളുടെ, കഥാകാരന്മാരുടെ, അതുപോലെ ശില്പികളുടെ, ചിത്രകാരന്മാരുടെയൊക്കെ ആ കലാരൂപം, ശില്പം നമുക്ക് മുന്നിൽ കാണാം. പക്ഷേ അതുണ്ടാക്കിയ ആളെവിടാണ്? പുറകിലാണ്. ശില്പത്തിൻ്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്, അല്ലേ? ശില്പത്തിന് പിന്നിലേ ശില്പിക്ക് സ്ഥാനമുള്ളൂ. ആ ശില്പശാല എവിടെയാണ്? ആ ശില്പമുണ്ടാക്കിയ ആളിൻ്റെ നെഞ്ചിലാണ്. നെഞ്ചിലാണ് ആ ശില്പശാല. അപ്പം നെഞ്ചാകുന്ന ശില്പശാലയിൽ നടക്കുന്ന ധ്യാനത്തിലാണ് അയാൾ ശില്പമുണ്ടാക്കുന്നത്. ആ ശില്പമാണ് നമുക്ക് കാണാൻ വേണ്ടി പ്രദർശിപ്പിക്കുന്നത്. മനസ്സിലുണ്ടായ ശില്പത്തെ പ്രദർശനത്തിനായിട്ട് മെനഞ്ഞെടുക്കും. മനസ്സിലുണ്ടായതും അത് പകർത്തുമ്പോൾ വരുന്നതും നമ്മൾ ഇഷ്ടപ്പെടുന്നതും ഒന്നാകുമ്പോൾ അതാണ് മഹനീയമായ ശില്പം. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. കാരണം പാറ പൊട്ടിക്കുന്നത് പോലെയോ നിലമുഴുന്നത് പോലെയോ അല്ല ഒരു സാഹിത്യരചന. അത് ആത്മാവിൻ്റെ വെളിപാടാണ്. അതിനുവേണ്ടി ധ്യാനിച്ചിരിക്കുമ്പോൾ ഒരു നിബന്ധനയും എഴുത്തുകാരന് പാലിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്റ്റെല്ലേവസ്കി പറഞ്ഞിട്ടും ഉടനടി ശില്പം മെനഞ്ഞുണ്ടാക്കാൻ, കഥാശില്പം, കഥയാകുന്ന ശില്പം മെനഞ്ഞുണ്ടാക്കാൻ ഫിയോദറിന് കഴിയാത്തത്. അപ്പം ഞാൻ എന്തായാലും എഴുതും, ഇതൊക്കെ എഴുതാൻ വേണ്ടിയാണ് ഞാൻ ജനിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ആ താൻ എഴുതാൻ പോകുന്ന കഥയിൽ ഒരു 16 വയസ്സുകാരനുണ്ടാവും. അദ്ദേഹം ഇടുന്ന പേര് ഇപ്പോലിത്ത്. ക്ഷയരോഗം കൊണ്ടവൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയാവുന്നത് കൊണ്ട് അവൻ ആത്മഹത്യയ്ക്ക് ശ്രമിക്കും. അപ്പം ആത്മഹത്യയിലൂടെ ജീവിതത്തിലും മരണത്തിലുമുള്ള ദൈവത്തിൻ്റെ അധികാരം ചോദ്യം ചെയ്യുകയാണ് അവൻ്റെ ലക്ഷ്യം. പക്ഷേ പാളിപ്പോകുന്നു, ആത്മഹത്യ നടക്കുന്നില്ല. അപ്പം ഇവരുടെ സങ്കല്പത്തിലെ ദൈവത്തിന് പല പേരുകളാണ്. നമ്മളിപ്പം പറയുന്നത് ശിവൻ, വിഷ്ണു, യേശു എന്നൊന്നുമല്ല, മിഷ്ക് എന്നാണ് ഇവരെ, നമ്മുടെ ബ്രഹ്മാവിനെ പോലെ ഇവരെ സൃഷ്ടിച്ചേക്കുന്ന, അല്ലെങ്കിൽ ചിത്രകൂപ്തനെ പോലെ, യമനെ പോലെയൊക്കെയുള്ള ഇവരുടെ ഏതോ ദൈവം. ആ മിഷ്കിനോട് ഇവൻ ചോദിക്കും എങ്ങനെ മരിക്കണം എന്നുപദേശിക്കാൻ പറയും. അപ്പം അവനോട് മിഷ്ക് പറയും, ഞങ്ങളുടെ ആനന്ദത്തിന് ഞങ്ങളോട് ക്ഷമിച്ചുകൊണ്ട് ഞങ്ങളെ കടന്നു പോവുക. അപ്പം ദൈവങ്ങൾക്ക് ഒരുപാട് ആനന്ദമാണെന്നാണ് നമ്മുടെ ചിന്ത. പക്ഷേ ദൈവങ്ങൾക്കും വലിയ ആനന്ദമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾക്ക് ആനന്ദമാണ് ഞങ്ങളുടെ ജീവിതമെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ നീ ഞങ്ങളെ കടന്ന് പൊയ്ക്കൊള്ളാനാ പറയുന്നേ. അപ്പം കുരിശിൽ മരിച്ചു യേശുദേവൻ. അദ്ദേഹത്തിൻ്റെ പ്രാണൻ പിടയുമ്പോഴും അദ്ദേഹം പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണേ എന്ന് യേശുദേവൻ പ്രാർത്ഥിച്ചത് അന്നെ ഈ സമയത്തോർത്തു. കുറ്റവും ശിക്ഷയും വായിച്ചപ്പോൾ തൻ്റെ പിതാവ് പറഞ്ഞതും അവൾ ഓർത്തുപോയി. അപ്പം ഇങ്ങനെ
പലതും അവൾ ചിന്തിച്ചു. അപ്പം മനുഷ്യൻ്റെ ഉള്ളിലെ കാടുകളും ഗുഹകളും കൊടുമുടികളും ഗർത്തങ്ങളും ചെറിയ ഉള്ളിടുക്കുകളും മരുഭൂമികളും ചതുപ്പുകളും ഇരുണ്ട കോട്ടകളും അൾത്താരകളും വിള്ളലുകളും വിജനതകളും എല്ലാം ഫിയോദറിനെ പോലെ കാണിച്ചു തന്നിട്ടുള്ള ഒരു എഴുത്തുകാരൻ വേറെയില്ല. എന്നാൽ ഒരുപാട് ജീവിത ദുഃഖങ്ങൾ അനുഭവിച്ച ഒരാളുമാണ് ഇദ്ദേഹം. അപ്പം അന്ന പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ആത്മക്ഷതങ്ങളെല്ലാം നിങ്ങളുടെ കഥാപാത്രങ്ങൾക്കും പങ്കിട്ട് കൊടുക്കുന്നു. ഉടനെ ഇദ്ദേഹം ചോദിക്കുന്നു, നീ എൻ്റെ ഹൃദയത്തിനകത്താണോ നിൽക്കുന്നത് എന്ന് വിസ്മയത്തോടെ ചോദിച്ചുകൊണ്ട് ദസ്തയേവ്സ്കി അന്നയുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് ചോദിക്കും, ഞാൻ എൻ്റെ ദുഃഖങ്ങൾ അവർക്കല്ലാതെ ആർക്ക് കൊടുക്കും? അപ്പോൾ അന്ന വീണ്ടും ഒരു കുസൃതി പറയും, അങ്ങ് ജീവിതത്തെ വെറുക്കാനും അവരെ പഠിപ്പിക്കും അല്ലേ? ഉടനെ ലേഖകൻ പറയുന്ന മറുപടിയാണ്, ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ മിടുക്കിയാണ് നീ. പക്ഷേ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണെടുക്കാതെ അദ്ദേഹം പറയും, നിന്റെ അഭിപ്രായത്തിൽ ഒരു തെറ്റുണ്ട്. ഓരോ ദുരന്തവും ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനാണ് എന്നെ പഠിപ്പിച്ചത്. അന്നയ്ക്ക് ആരാധന കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു ദൈവത്തിൻ്റെ മുന്നിലെന്ന പോലെ തല കുനിക്കാൻ തോന്നിപ്പോയി. അതാണ് ആത്മാവിൻ്റെ വെളിപാടുകൾ. ഇപ്പം നമ്മുടെ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനമായിട്ടും ചോദിക്കാവുന്ന ഒരു ചോദ്യം, ദുരന്തങ്ങൾക്കിടയിലും ദസ്തയേവ്സ്കിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഹൃദ്യമായ ഓർമ്മകൾ എന്തെല്ലാം? ആദ്യം പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ മൈക്കിളിനോടുള്ള ഇഷ്ടം, ഭാര്യ മരിയോടുള്ള ഇഷ്ടം, പ്രകൃതിയുടെ സൗന്ദര്യത്തെ കാണാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, ഈ ദുരന്തങ്ങളും ചുഴലിയും സാമ്പത്തിക പ്രതിസന്ധിയും ചേട്ടൻ്റെ മരണവും ഒക്കെ സൃഷ്ടിച്ച ദുഃഖങ്ങൾക്കിടയിലും പ്രാർത്ഥന കൈവിടാത്ത അദ്ദേഹത്തിൻ്റെ മനസ്സ്, ആ പ്രാർത്ഥനയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മനസ്സ്. എന്നിട്ട് ഇയ്യോബിൻ്റെ കഥ അദ്ദേഹം പല പ്രാവശ്യം വായിക്കും. മറ്റൊന്ന്, ഈ കഥകളൊക്കെ എഴുതാൻ വേണ്ടിയും ഈ കഥാപാത്രങ്ങളെയൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടിയുമാണ് തൻ്റെ ജന്മമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അപ്പം അതിനുവേണ്ടി അദ്ദേഹം ജീവിച്ചിരുന്നേ പറ്റുമെന്ന് ഉറപ്പിക്കുന്നു. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഹൃദ്യമായ ഓർമ്മകൾ. ആകാശത്തിൻ്റെ നിഴൽ പോലെ ഭൂമിയിൽ വെളിച്ചമുണ്ട്. ഈ പ്രയോഗത്തിൻ്റെ സൗന്ദര്യം വിശദമാക്കുക. ദസ്തയേവ്സ്കിയുടെ ജീവിതം പലതരം പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ചുഴലിദീനം കൊണ്ട് ഉണ്ടാകുന്ന തീരാത്ത കഷ്ടപ്പാട്, ചേട്ടൻ്റെ മരണം കൊണ്ട് ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി, ഒരുപാട് അലോസരങ്ങൾ സമ്മാനിച്ച ഭാര്യ മരിയയുടെ മരണം, അവളുടെ ആദ്യപുത്രൻ ഭാഷ നടത്തുന്ന അലട്ടലും ദുസ്വഭാവങ്ങളും, ഇങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായ നിഴലുകൾ ലേഖകൻ്റെ ജീവിതത്തെ മൂടി നിൽക്കുകയാണ്. പക്ഷെ ആ നിഴലൊക്കെ മാറി ഒരു വെളിച്ചം ഭൂമിയിൽ വരുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഒരു വെളിച്ചം കടന്നു വരുന്നു എന്നുള്ള സൂചന ഒരു പക്ഷേ അന്നയ്ക്ക് അദ്ദേഹത്തിന് ഇടയിലുണ്ടാകുന്ന പ്രണയമാകാം ആ വെളിച്ചം. അടുത്ത ചോദ്യം, ആ ചരടുകളെല്ലാം കൂടി കെട്ടുപിണഞ്ഞ് ആ കെട്ടുകളിൽ കുരുങ്ങിക്കിടന്ന് എൻ്റെ ജീവിതം പിടയുന്നു. ദസ്തയേവ്സ്കിയുടെ ഈ വാക്കുകൾ പാഠഭാഗത്ത് തെളിയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചുഴലിദീനം,
കൂടപ്പിറപ്പായിട്ട് ചുഴലിദീന അദ്ദേഹത്തിൻ്റെ കൂടുണ്ട്. അദ്ദേഹത്തെ വിട്ടുമാറുകയില്ല. മറ്റൊന്ന് സാമ്പത്തിക പ്രതിസന്ധി. ചേട്ടൻ മൈക്കിളിൻ്റെ മരണവും അദ്ദേഹം ഉണ്ടാക്കി വെച്ച സാമ്പത്തിക പ്രശ്നങ്ങളും ചേട്ടൻ്റെയും ഭാര്യയായ മരിയയുടെയും അകാല മരണം. മരിയ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ദുരന്തപൂർണമാക്കി തീർത്തത് ജ്യേഷ്ഠനോടുള്ള സ്നേഹം, മരിയയുടെ ആദ്യപുത്രൻ പാഷ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, ഇതെല്ലാമാണ് അദ്ദേഹത്തെ ജീവിതത്തോട് കെട്ടുപിണഞ്ഞു കിടക്കുന്ന ചരടുകൾ. ഇനി അടുത്ത ചോദ്യം, ഉപദേശത്തിൻ്റെ കുറവ് കൊണ്ടാണോ മനുഷ്യൻ ചീത്തയാകുന്നത്? സഹിക്കാനൊന്നുമില്ലാത്ത ജീവിതം യഥാർത്ഥത്തിൽ ജീവിതമാണോ? നന്മയുടെ മൂർത്തിയായി ഒരു ശുദ്ധാത്മാവിനെ സൃഷ്ടിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. അതിനേക്കാൾ പ്രയാസമുള്ള എന്ത് പണിയാണ് ഈ ഭൂമിയിലുള്ളത്? അതും കുടിലബുദ്ധികളുടെ ഇക്കാലത്ത്. ഈ സൂചനകൾ മുൻനിർത്തി ദസ്തേവസ്കിയുടെ ജീവിത ദർശനം വ്യക്തമാക്കുക. ലോകത്തെ ചെറുപ്പക്കാരെ ഉപദേശിച്ച് നന്നാക്കാമെന്ന് ഒരിക്കലും ദസ്തേവസ്കി വിശ്വസിക്കുന്നില്ല. ദസ്തേവസ്കിയെ ഉപദേശിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. സ്റ്റെല്ലേവസ്കി ഭീഷണിയുമായി ഉപദേശവുമായി തൊട്ടുമുന്നിൽ തന്നെയുണ്ട്. എന്നിട്ടും അദ്ദേഹം നന്നാവുന്നില്ല എന്ന് സ്വയം പറയുന്നു. ഭാര്യയുടെ ആദ്യപുത്രൻ പാഷ ഉപദേശം കൊണ്ട് നന്നാവുമെന്ന് പലരും പറയുന്നെങ്കിലും തൻ്റെ ജീവിതം തന്നെ ഉദാഹരിച്ചുകൊണ്ട് ഉപദേശം മനുഷ്യനെ നന്നാക്കില്ല, സ്വയം നന്നാവണമെന്ന് വിചാരിച്ചാലേ നന്നാവൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആദർശം. പിന്നെ ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. സുഖങ്ങൾ മാത്രമാണ് ജീവിതമെങ്കിൽ അനുഭവങ്ങളില്ലാത്ത ഒന്നായി തീരും അത്. ദുഃഖങ്ങൾ കൂടിയുണ്ടെങ്കിലേ അനുഭവങ്ങൾ ഉണ്ടാവൂ. അനുഭവങ്ങൾ കൂടുന്നതിനനുസരിച്ച് നല്ല സാഹിത്യകൃതി ഉണ്ടാവൂ. അങ്ങനെയെങ്കിൽ മാത്രമേ ആശയങ്ങൾ മനസ്സിൽ ജനിക്കൂ. ആശയങ്ങളിലാണ് നോവലുകളായി വിശിഷ്ട കൃതികളായി മാറുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദർശം. തനിക്ക് ചുറ്റുമുള്ള ഈ ലോകം ചതിയുടെയും ദുഷ്ടതയുടെയും ലോകമാണ്. ആ ചതിയുടെയും ദുഷ്ടതയുടെയും ലോകത്ത് നല്ലവനായൊരു കഥാപാത്രത്തെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നിടത്തോളം വിഷമമേറിയ ഒരു കാര്യം വേറെ ഇല്ല എന്നാണ് ദസ്തേവസ്കിയുടെ അഭിപ്രായം. അതും അദ്ദേഹത്തിൻ്റെ ആദർശമാണ്. അദ്ദേഹത്തിന് ഈ യാതനകളൊക്കെ ഉണ്ടെങ്കിലും മനസ്സ് ശുദ്ധമാണ്. ആ ശുദ്ധതയാണ് തൻ്റെ കഥാപാത്രത്തിലും പ്രതിഫലിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്തു ചെയ്യാൻ, ഈ ലോകം ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ആ ശുദ്ധാത്മാവിനെവിടെ നിലനിൽപ്പെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ചിന്ത. ആത്മാവിൻ്റെ വെളിപാടുകൾ എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം. ആത്മാവിൻ്റെ വെളിപാടുകൾ. ഒരു ലേഖകൻ അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റ്, അതുമല്ലെങ്കിൽ ഒരു സാഹിത്യകാരൻ, ഒരു ശില്പി, ഒരു ചിത്രകാരൻ, ഇവരെല്ലാം നടത്തുന്നത് ആത്മാവിൻ്റെ വെളിപാടുകൾ തന്നെയാണ്. നിലമിടുന്നത് പോലെയോ പാറ പൊട്ടിക്കുന്നത് പോലെയോ അല്ല ഒരു നോവൽ അല്ലെങ്കിൽ ഒരു ശില്പം, അതുമല്ലെങ്കിൽ ഒരു ചിത്രമുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. അതിന് ഒരു സമയപരിധി നിർണ്ണയിക്കാനോ ഇന്ന രീതിയിൽ വേണമെന്നോ പറയാൻ മറ്റാർക്കും അവകാശങ്ങളില്ല. അത് ഒരു ആത്മാവിൻ്റെ വെളിപാടാണ്. വിശ്വസാഹിത്യകാരനായ ദസ്തേവസ്കിയുടെ രചനകളെല്ലാം ആത്മാവിൻ്റെ വെളിപാടുകളാണെന്നാണ് ഈ ശീർഷകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഔചിത്യപൂർണമായൊരു ശീർഷകം തന്നെ ആയിരിക്കുന്നു. അതുപോലെ ഇതിനകത്തെ മനോഹരങ്ങളായ പ്രയോഗങ്ങൾ എടുത്തു കാണിച്ച് അതിനെപ്പറ്റി വിശകലനം ചെയ്യാൻ ചോദിക്കാം. വഴിയരികിൽ വലിച്ചെറിയപ്പെട്ട ഒരു പാറക്കഷ്ണം പോലെയല്ലേ താൻ ഏതോ ശാപനിലത്തിൻ്റെ മധ്യത്തിലാണ്. പ്രാർത്ഥനയിൽ നിന്ന് പുറത്തു കടക്കുമ്പോഴേക്കും
വീണ്ടും കഴുകൻ്റെ നഖങ്ങളിലേക്ക് എറിയപ്പെടുന്നു. സ്ത്രീ നഖങ്ങൾ എന്താണ്? ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഇതിനകത്തുനിന്ന് ചോദിക്കാം. അപ്പം ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റണം.